ദൈവത്തോട് ഒരുപാട് അടുക്കരുത്. ദൈവത്തോട് ഒരുപാട് അടുത്താൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. എപ്പോഴെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ താങ്കളോട് ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ഏറ്റവും വലിയ കള്ളമാണ്. എന്നാൽ ദൈവത്തോട് അടുക്കുമ്പോൾ വാസ്തവമായും പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? ദൈവം കൂടെ ഉള്ളപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണോ ചെയ്യുന്നത്? ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളെ തൊടുവാൻ ഇരുട്ടിൻ്റെ യാതൊരു ശക്തിക്കും കഴിയത്തില്ല. അവന് നിൻ്റെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും പിന്നെ ഇല്ലാതായി തീരുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ കള്ളം, ദൈവത്തോട് അടുത്താൽ പ്രശ്നം വർദ്ധിക്കുമെന്നുള്ളത് അവൻ നിങ്ങളോട് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം 4:8 നാം കാണുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ ദൈവം നമ്മോടടുത്ത് വരും. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എപ്രകാരം അടുക്കുന്നോ അപ്രകാരം കർത്താവ് നമ്മുടെ അടുക്കിലേക്കും ഇറങ്ങി വരും. യേശു കർത്താവ് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കൽ വന്ന ആളുകൾക്ക് പ്രശ്നം വർദ്ധിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. ശാപത്തിൽ കിടന്ന് നരകയാതന അനുഭവിച്ചവർ, രോഗം കൊണ്ട് വലഞ്ഞവർ, മുൻപോട്ട് വഴി കാണാതെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചവർ, കണ്ണ് കാണാത്ത കുരുടർ, ചെവി കേൾക്കാത്തവർ, മുടന്തർ, പല രീതിയിലുള്ള ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വന്നവരാരും പിന്നെ മടങ്ങിപ്പോയത് അവരുടെ ആ പ്രശ്നങ്ങൾ വെച്ചിട്ടായിരുന്നില്ല. അവരുടെ പ്രശ്നങ്ങളെ എന്നേക്കുമായി പരിഹരിച്ചാണ് കർത്താവ് വിട്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താങ്കൾ മനോഭാരത്തോടെ ഹൃദയവേദനയോടെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുവാൻ കാരണമായ ആ പ്രശ്നത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ നിങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കും. നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന പലതും, തകർച്ചകൾ, നിരാശകൾ, മുൻപിലേക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ അല്ലെങ്കിൽ എന്തായിത്തീരും എൻ്റെ ഭാവി എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് അടുത്ത് വരാൻ തുടങ്ങും. ദൈവത്തോടടുത്താൽ പ്രശ്നം കൂടുമെന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള ഒരു ശബ്ദമല്ല. അപ്രകാരം ഒരു മനോഭാവത്തോടെ ഇരുന്നാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഇനിയും അത് കേട്ട് മുൻപോട്ട് പോകരുത്. അത് ദൈവശബ്ദമല്ല. കാട്ടിൽ കിടക്കുന്ന ദാവീദിന് ആരുമില്ലാതിരിക്കുമ്പോഴും അവൻ ദൈവത്തോടടുക്കാൻ മനസ്സ് വെച്ചതുകൊണ്ട് ദൈവം അവൻ്റെ ജീവിതത്തെ പരിപൂർണമായി മാറ്റി ഇസ്രയേലിൻ്റെ രാജാവെന്ന പദവി അവന് നൽകിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുക്കാൻ തയ്യാറാകുന്ന, ദൈവത്തോട് അടുക്കുമെന്ന് തീരുമാനമെടുക്കുന്ന താങ്കളെ തേടി ചില ദൈവിക നന്മകൾ, ദൈവിക പദവികൾ, ദൈവിക മാന്യതകൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വച്ചിരിക്കുന്നു. അത് നിങ്ങൾ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി, ദൈവിക നന്മകൾ നിങ്ങൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുക, കർത്താവിനോട് അടുക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് കർത്താവ് മാറ്റം തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു പോകാതെ കർത്താവിനോട് ചേർന്നിരുന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളല്ല ഉണ്ടാകുന്നത്, സമാധാനവും സ്വസ്ഥതയും കർത്താവ് നിങ്ങളോടുകൂടെ അടുത്ത് വരികയുമാണ് ചെയ്യുന്നത്. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ആ ഉറപ്പോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.